ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഹെന്ന ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. കുറച്ച് നരച്ച മുടിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ബെഞ്ചാറാസിൻ്റെ നാച്ചുറൽ ഹെന്ന മിക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബൗളിലോട്ട് എടുത്ത് ഫുൾ പാക്കറ്റിലുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. 30 രൂപയാണ് കേട്ടോ ഇതിന് 50 ഗ്രാമിന് വരുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഞാനിവിടെ നോർമൽ വാട്ടറിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ ചായയുടെ ആ ഒരു തേയില വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ടും മിക്സ് ചെയ്യാം. അന്നേരം കുറച്ചുകൂടെ കളറൊക്കെ വരുമെന്നാണ് പറയുന്നത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് വേണമായിരുന്നു. ഞാനാണെങ്കിൽ ഒട്ടും ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, എനിക്ക് ഒട്ടും ഓർമ്മയില്ലായിരുന്നു ഗ്ലൗസ് വാങ്ങിക്കണം, കയ്യിൽ ഇങ്ങനെ കളർ വരും എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. ക്ലീനിങ്ങിനൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് കട്ടിയുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. എന്നാലും കയ്യിൽ ഇങ്ങനെ തൊട്ടപ്പോൾ തന്നെ നല്ല കളർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുള്ള് കയ്യിലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ തലയിലൊക്കെ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന ചെറിയ ബ്രഷ് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നൈസായിട്ടുള്ള ഗ്ലൗസും ഉണ്ടല്ലോ, അതും ഇതിൻ്റെ വലിയ പാക്കറ്റ് വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗ്ലൗസ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ലത്. ഞാൻ പറഞ്ഞില്ല, ഈ ഗ്ലൗസ് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് എനിക്ക് കൈ നന്നായിട്ട് ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് മിക്സ് ചെയ്ത് അന്നേരം തന്നെയാണ് കേട്ടോ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം, അതാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടാനായിട്ട് അവർ പറയുന്നതാണ് ടീയോ കോഫിയോ അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, തേയില വെള്ളമോ നമ്മുടെ കോഫിയുടെ ആ ഒരു വെള്ളമോ വെച്ചിട്ട് മിക്സ് ചെയ്താൽ നല്ല കളർ കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ല ഡീപ്പർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അയൺ വെസലിൽ നമ്മൾ ഇങ്ങനെ നൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഫുള്ള് ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മുമ്പിലോട്ടൊക്കെ വരും ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പം മുഖത്തൊക്കെ പറ്റും. ചിലപ്പോഴെങ്ങാനും കളർ പറ്റിയാലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചാണ് കേട്ടോ. ഈ മുമ്പിലത്തെ ഹെയറിലൊന്നും പറ്റിയിട്ടില്ല. പിന്നെന്താ, അതുകൊണ്ട് ഞാൻ പോയിട്ട് ബ്രഷ് ഉണ്ടല്ലോ, നമ്മുടെ സാധാ ബ്രഷ് എടുത്തിട്ട് അത് ഈ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അത് കുറച്ച് നല്ലതാണെന്ന് തോന്നിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ താഴോട്ട് എനിക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹെയർ കട്ട് ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല ബാക്കിലൊക്കെ ഒട്ടും തിക്നെസ് ഇല്ലായിരുന്നു. ബാക്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെന്ന ഗ്രേ കളർ ഹെയർ മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ തലയ്ക്കൊക്കെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിൻ്റെ യൂസ് ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിത് യൂസ് ചെയ്യുന്നത് ആ ഒരു കളർ ഒന്ന് മാറിയിട്ട് എങ്ങനെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇൻഡിഗോ പൗഡറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ പൗഡർ വെച്ചിട്ട് വീണ്ടും തേച്ച് അത് കഴുകിക്കളഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എന്തായാലും ഈ ഹെന്നയുടെ ഈ ഒരു മിക്സ് മാത്രം വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 45 മിനിറ്റ് ഇരുന്നിട്ട് ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ വാഷ് ചെയ്ത് എടുക്കുക ചെയ്തേ. പിന്നെ പിറ്റേ ദിവസം കുളിക്കുമ്പം ഷാമ്പൂ ചെയ്തിട്ട് കുളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ബ്രഷ് വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ചെറിയ മുടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ നന്നായിട്ട് പറ്റും. പിന്നെ സൈഡിലൊക്കെ പറ്റുന്നത് ഞാൻ അന്നേരം തുടച്ച് മാറ്റുന്നുണ്ടായിരുന്നു കളർ വരണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ആ ഗ്രേ ഹെയർ എല്ലാം മാറിയിട്ട് ഒരു ചെമ്പ് കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഓയിലുണ്ടല്ലോ, നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് കുറച്ച് ഓയിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് തേച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് തലയിലിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പകലാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പൂ ചെയ്ത് കളയാം. അതല്ല രാത്രി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഈ എണ്ണ ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഡിഗോ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ചെയ്യുമ്പം എന്തായാലും വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.